ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദം ബിരിയാണിയാണ്. എല്ലാവർക്കും അറിയാം, കോഴിക്കോടൻ സ്പെഷ്യൽ ദം ബിരിയാണിയെ കുറിച്ചിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് കോഴിക്കോടൻ സ്പെഷ്യൽ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ആദ്യം തന്നെ നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ഫസ്റ്റ് വേണ്ടത്, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ്. അതായത് 3/4 കിലോ ജീരകശാല റൈസ്. ഇങ്ങനത്തെ ചെറിയ അരികളാണ്. അപ്പോൾ ഇതിന് പ്രത്യേക ടേസ്റ്റാണ്. ജീരകശാല റൈസ് ഒരു 3/4 കിലോ. പിന്നെ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് ചെറുനാരങ്ങയുടെ നീര് വേണം, പട്ട, ഗ്രാമ്പു, ഏലക്ക, അതായത് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്. പിന്നെ നെയ്യ് വേണം. ഇത്രയാണ് നമ്മൾ റൈസ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ. ഇനി ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ബിരിയാണി മസാല ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളാണ്: ഒരു 4 മീഡിയം സൈസ് അല്ലെങ്കിൽ വലിയ സവാള ആണെങ്കിൽ ഒരു 3 എണ്ണം, ചെറുതായിട്ട് അധികം കനമില്ലാതെ അരിഞ്ഞിട്ട് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 2 ഫുൾ മുഴുവനായിട്ടുള്ള 2 വെളുത്തുള്ളിയാണ് വേണ്ടത്. പിന്നെ ഒരു 50 ഗ്രാംസിൻ്റെ അടുത്ത് വരുന്നൊരു ചെറിയൊരു പീസ് ഇഞ്ചി. തക്കാളി വലുതാണെങ്കിൽ 2 എണ്ണം മതി, ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണം വരെ എടുക്കാം. പിന്നെ പച്ചമുളക് ഒരു 5-6 എണ്ണം, എരിവിനനുസരിച്ചിട്ട് അളവിൽ വ്യത്യാസം വരും. പിന്നെ ഉപ്പ് വേണം ആവശ്യത്തിന്. തൈര് ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ ചിക്കൻ 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ബിരിയാണി പീസായിട്ട് കട്ട് ചെയ്തിട്ട്, കുറച്ച് വലിയ പീസായിട്ട്, നമ്മൾ സാധാരണ കറി കട്ടല്ല, കുറച്ചുകൂടെ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഉണ്ട്. കറക്റ്റ് 6 പേർക്ക് 1 കിലോ ചിക്കൻ കറക്റ്റ് ആയിരിക്കും. ഏകദേശം 12 പീസ് വരുന്നുണ്ട്. ഇനി ബിരിയാണിക്ക് ആവശ്യമായ മസാലപ്പൊടികൾ: മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ. പിന്നെ ബിരിയാണി മസാലയാണ് അടുത്തതായിട്ട് ആവശ്യം, അതും 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് പൊടിച്ചിട്ടുള്ള ബിരിയാണി മസാലയാണ്, ഹോൾ സ്പൈസസ് വാങ്ങിയിട്ട് പൊടിച്ചതാണ്. ബിരിയാണി മസാല പാക്കറ്റ് വാങ്ങാൻ കിട്ടും, അത് ഉപയോഗിച്ചാലും മതി. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, കുരുമുളക് പൊടിയും വേണം. ഗാർണിഷ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് സവാള ഒരു 2 എണ്ണം നല്ല നൈസായിട്ട് അരിയണം, അത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. കാഷ്യൂനട്ട് വേണം, കിസ്മിസ് വേണം, അതായത് അണ്ടിപ്പരിപ്പ് വേണം, മുന്തിരി വേണം. പിന്നെ പുതിന, മല്ലിയില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. മസാല ഉണ്ടാക്കാൻ പോകാം. അതിനാദ്യം നമുക്കൊരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ നമ്മളൊരു 9 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ടുള്ള 9 എണ്ണമാണ്. എരിവ് അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുന്ന അളവിൽ വ്യത്യാസം വരുത്തണേ. പിന്നെ ഇഞ്ചി ആവശ്യത്തിന്, ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള 2 കഷ്ണം ഇഞ്ചിയാണ്. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടതാണ് കേട്ടോ, അരിഞ്ഞ് കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതുപോലെ 2 വലിയ വെളുത്തുള്ളിയുടെ ഇതിലേക്കിടാം. ഇത് 3ഉം കൂടെ നമുക്ക് പേസ്റ്റായിട്ട്, നല്ല ഫൈൻ പേസ്റ്റ് ആക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത്, അതായത് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ്. പിന്നെ തക്കാളി പാകത്തിൽ, കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പുതിനയും മല്ലിയിലയും കൂടെ നമ്മൾ മിക്സ് ചെയ്യാനുള്ളതാണ്, അപ്പോൾ നമ്മളത് കുറച്ച് ചേർക്കാം. ബാക്കി നമുക്ക് അവിടെ നമ്മളെ ഡെക്കറേഷന് മാറ്റി വെക്കാം. പുതിന, മല്ലിയില. അടുത്തതായി നമുക്ക് തൈരാണ് ചേർക്കേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 2 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ചേർക്കണം. നമുക്കിനി തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ ടീസ്പൂണാണ് യൂസ് ചെയ്യുന്നത്, അപ്പം അതിന് കുറച്ച് ഒരു 5 എണ്ണം, 5 വ്യത്യാസം വരുവേ. ചിക്കനിലേക്കും കൂടെ ആവശ്യമുള്ള ഉപ്പ് നമ്മളിപ്പോൾ ഈ മസാലയിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ബിരിയാണി മസാല, മല്ലിപ്പൊടി ആവശ്യത്തിന്,
കുരുമുളക് പൊടി. ഇത്രയും പൊടികളാണ് നമുക്ക് ചേർക്കാനുള്ളത്. ഇതെല്ലാം കൂടെ കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം ചിക്കൻ ഇതിലേക്ക് ചേർത്തെടുക്കാൻ. നല്ലോണം ഒരു 5-10 മിനിറ്റ് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യാം. എല്ലാ മസാലകളും ചേർത്ത് ഒരു 10 മിനിറ്റ് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ടെക്സ്ചറായിട്ട് കിട്ടിയത്. ഇനി ഇതിലേക്കാണ് നമ്മുടെ 1 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ. ഇനി ഇത് മിക്സിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് നമ്മൾ ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകാൻ പാടുള്ളൂ. നമുക്ക് മാക്സിമം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കാം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. കുക്കർ അടച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് ബാക്കി പ്രിപ്പറേഷൻ ചെയ്യാം. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇനി ജസ്റ്റ് കുക്കർ അടച്ചിട്ട് ഒരൊറ്റ വിസിലിൽ, വലിയ തീയിലൊരൊറ്റ വിസിലിൽ നമ്മൾ ചിക്കൻ ഇങ്ങോട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ട് കാണാം. മെഷർ ചെയ്തെടുത്തത് ഈ ഒരു ഗ്ലാസ്സിലാണ്. ഈ ഗ്ലാസ്സിലൊരു 3 ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു ഗ്ലാസ്സിന് ഈ 2 ഗ്ലാസ്, ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ എടുക്കുക. ഞാനെപ്പോഴും 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കാറ്. അപ്പോൾ ഇവിടെ ഞാൻ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് റൈസ് ഉണ്ടാക്കുന്ന ഒരു പാന് അടുപ്പത്ത് വെക്കാം. ഇനി ഇത് നല്ലോണം ചൂടാം. പാകത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഒരു 6 ഏലക്ക, പട്ടയുടെ പീസ് ഒരു 4 പീസ്, ഒരു 6-7 ഗ്രാമ്പൂവിൻ്റെ പീസ്. ഇതിലേക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് നല്ലവണ്ണം തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ പാകത്തിന് ഉപ്പും, നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നാരങ്ങയുടെ ഒരു അരക്കഷ്ണം നാരങ്ങ നീരും പിഴിഞ്ഞ് വയ്ക്കണം. പിന്നെ അരക്കഷ്ണം നാരങ്ങ നീരും കൂടെ ചേർത്ത് വയ്ക്കണം. അങ്ങനെ ചേർക്കുമ്പോൾ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. നല്ലോണം തിളച്ചിട്ട് ഒന്ന് ഉപ്പ് നോക്കണം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. നല്ലോണം തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് വേവിച്ചെടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമ്മളിത് അടച്ചു വെക്കണം. റൈസ് ആണെന്ന് നോക്കാം. ചിക്കൻ നമ്മൾ റൈസ് വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെന്തിട്ടില്ല. നമ്മൾ ഒന്നും കൂടെ ഒന്ന് ആവിയിൽ കിടക്കുമ്പോൾ റൈസ് റെഡി ആയിക്കോളും. ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടത്, അതിന് നൈസായിട്ട് അരിഞ്ഞ 2 വലിയ ഉള്ളിയും, അണ്ടിപ്പരിപ്പ് ഒരു 50 ഗ്രാമും, മുന്തിരി ഒരു 50 ഗ്രാമും നമ്മൾ വറുത്തെടുത്ത് കൊണ്ടുവരണം. അപ്പം ഇത് നമുക്ക് ആദ്യം ഇതിനു വേണ്ടി നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം. നമ്മൾ കാഷ്യൂ നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കണം. സവാള വറുത്ത് 2 വലിയ മീഡിയം സൈസ് സവാളയാണ്. സവാള ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് കോരി മാറ്റാം. ഈ ഒരു നിറമാകുമ്പോഴേ നമുക്ക് കോരി മാറ്റാം, ഇല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ ഡാർക്കായിട്ട്. അപ്പം നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ റൈസ് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി, പിന്നെ മല്ലിച്ചപ്പ്, പുതിന ഇടാം കേട്ടോ. 2 ലെയറായിട്ടാണ് നമ്മളിത് ലെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഇട്ട് കഴിയാറായി. നമ്മളിതിലേക്ക് വേണ്ട ഉള്ളി, നെയ്യ്, ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഈ 3 സാധനവും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ആണ് നമ്മുടെ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങൾ. ഒരു ലെയർ
സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില പാകത്തിന്, പുതിന ആവശ്യത്തിന്. ഇനി നമ്മൾ ഒരു നുള്ള് ബിരിയാണി മസാലേൻ്റെ പൊടി ഒന്ന് വിതറി കൊടുക്കുക. രണ്ടാമത്തെ ലെയർ റൈസ് ഇട്ടു. പാകത്തിന് മല്ലിയില അരിഞ്ഞത്, പുതിന, ഇത്രയും സാധനങ്ങൾ ഇടുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ഉള്ളിയും കാഷ്യൂനട്ടും ഇതും കൂടെ ചേർക്കും. ഇതിൽ ഇനി നമുക്കൊരു നുള്ളു നെയ്യ് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് നെയ്യ് മുകളിൽ കൂടെ ഒന്ന് വിതറി കൊടുക്കണം. ഇതൊരു 15 മിനിറ്റ് ദമ്മിലിരുന്നോട്ടെ. നല്ലവണ്ണം അടച്ച് അതിൽ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ കോഴിക്കോടൻ സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റൈസും മസാലയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റിയായ കോഴിക്കോടൻ സ്പെഷ്യൽ ദം ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.